കളക്ടർ റഹ്മാൻ എന്ന തുക്കിടി സാഹിബിൻ്റെ ബംഗ്ലാവ് പഠിക്കലും ചെന്ന് ദാഹനീരിന് വേണ്ടി തൊണ്ട പൊള്ളി നിലവിളിക്കുന്ന പൈതങ്ങളുടെ കണ്ണുകളാവണം വാർത്ത. ഡു യു തിങ്ക് ഐ എം ഓബ്ലിഗേറ്റഡ് ടു ആൻസർ സച്ച് ക്രാപ്പ്? നോ, വെരി സോറി. അവർ എന്നെ സഹിക്കുന്നതിന് നല്ല അവാർഡ് കൊടുക്കണം. നെഗറ്റീവ് കമൻറ്റിന് എവിടം വരെ പോകാം? നിങ്ങളുടെ ലിബേർട്ടിയാണ്, നിങ്ങളുടെ ഫ്രീഡം ഓഫ് സ്പീച്ചാണ്. എൻ്റെ അപ്പനും അമ്മയ്ക്കും വിളിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു എൻ്റെ ലിബേർട്ടി ഓഫ് എക്സ്പ്രഷൻ ഇസ് ഗോ ബാങ്. പിന്നെ എൻ്റെ മകന് വേണ്ടി ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറെ ഞാൻ വിളിച്ചിട്ടുണ്ടെന്ന് ഒന്ന് സ്ഥാപിക്കും. അല്ലല്ല, അടുപ്പമല്ല, റെസ്പെക്റ്റ് ആയിരുന്നു. കണ്ടെത്തിയോ മുകളിൽ നോക്കിയിട്ട്? സുരേഷ് ഗോപി എന്ന വ്യക്തിയെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ ആസ് എ പൊളിറ്റീഷ്യൻ ആൻഡ് ആസ് എൻ ആക്ടർ ഹൃദയം കൊണ്ട് സമ്മതിക്കുന്ന ഒരാളായിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അത് അങ്ങനെ തന്നെയാണ്, പണ്ട് മുതൽ അങ്ങനെ തന്നെയാണ്. എൻ്റെ നേച്ചർ അത് തന്നെയാണ്. അതിന് തമിഴിലൊരു വാക്ക് MGR പറയും, അത് രജനീകാന്തും പറയും. രണ്ടുപേരും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്സ് ആണ്. ഫോർ ബീയിങ് ഹ്യൂമൻസ്. ഈവൻ ജയലളിത, ഇത്രയും പേരേ ഉള്ളൂ. പിന്നെ കാമരാജ് ഇസ് കോൺഗ്രസ്. അണ്ണാദുരൈ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. ആരാധന തന്നെയാണ്. അതങ്ങനെ, അതിനകത്ത് രാഷ്ട്രീയം നോക്കാനൊക്കത്തില്ല. ഇൻഡിവിജ്വൽസ് കൗണ്ട് ആൻഡ് ഓൾ ദറ്റ് ഫോംസ് ആസ് ഗ്ലിറ്റർ ടു എനി പാർട്ടി ഇസ് ദ ഗ്ലിറ്റർ ട്രാൻസ്ഫേർഡ് ഫ്രം സച്ച് ഇൻഡിവിജ്വൽസ്. അങ്ങനെ വരുന്നതാണ് ആ പാർട്ടിയുടെ ബലം. അപ്പം കാമരാജിൻ്റെ കോൺഗ്രസ് എന്നാണ് എനിക്ക് സ്നേഹം വരുന്നത് കോൺഗ്രസിനോട്. ലീഡറുടെ കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസിനോടായിരുന്നു എനിക്കിഷ്ടം. ഇഷ്ടമേ ഉള്ളൂ. ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ? ഇല്ല. ഐ വാസ് നോട്ട് കോൺഗ്രസ്. SFI ഞാൻ എന്താ ആദ്യം പറഞ്ഞ? ഐ വാസ് ഇൻ ദാറ്റ് ഗ്രൂപ്പ്. മെമ്പർഷിപ്പ് ഇല്ല. ലെറ്റ് ദം പ്രൂവ്. ഒരിക്കലല്ല. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഇപ്പോഴും പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട വരുന്ന റിസൾട്ട്സ് റിക്വസ്റ്റ് ഒന്നും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. സോറി, ദാറ്റ് ഈസ് നോട്ട് യുവർ ഹേവൻ. ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് വിങ്. അതിനൊരു ട്രസ്റ്റ് ഉണ്ട്. അവർ തീരുമാനിച്ചോളും. എനിക്ക് ചിലത് കാണുന്നതും കേൾക്കുന്നതും എനിക്ക് തോന്നും ഇത് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഞാൻ അവരെ അറിയിക്കും, അവരത് ചെയ്യും. അല്ലാതെ ഇങ്ങോട്ട് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഞാനിവിടെ മരം വെച്ചൊന്നും പിടിപ്പിക്കുന്നില്ല. നിങ്ങൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ എൻ്റെ കാലഘട്ടത്തിന് മുമ്പേ വന്ന ആൾക്കാരാണ്. അവരുടെ ഒരു അമാസ്ഡ് വെൽത്തും എൻ്റെതും നിങ്ങൾ വേണമെങ്കിൽ ഒരു റിയാലിറ്റി ചെക്കിനിട്. ഐ എം നോവെയർ നിയർ ദം. നോവെയർ. അല്ല അതാ പറഞ്ഞ്. അപ്പോൾ ചാരിറ്റി എന്ന് പറഞ്ഞൊരു കണക്റ്റ് അങ്ങ് എടുത്തു. അതുകൊണ്ട് എനിക്ക് ആ മറുപടി പറഞ്ഞേ പറ്റും. ചാരിറ്റിയുടെ കണ്ടിന്യൂവേഷൻ ആണോ ഈ പൊളിറ്റിക്സ് എന്ന് ചോദിച്ചത് വാസ് എ വിഷ്യസ് ക്വസ്റ്റ്യൻ. The roles that you play are really That is what I said. It is not that. Why just attach me to just commissioner? I am the collector. I am the romantic collector in Vinay Chandran in Pranay Varnangal. I am that. I am the collector in collector. You go check the timber of the character in that film. You'll see Suresh Gopi in that. See, is it my fault? My writers and producers even, why did they get me stuck to a certain very regular, what do you call it, beat around the bush, run of the mill kind of films? Why did they get me stuck to that, Ron? Why? That fetched them money, and they knew that I was well versed in that.
But you had they were the first real politicians who found the people's man in me. So which means you carry that persona to your I have to. It gets embedded in your bloodstream. ഞാൻ വൈപ്പിനിലല്ല CM ദേവസി എന്ന് പറയുന്ന ഷൺമുഖദാസ് സാറിൻ്റെ പാർട്ടിയുടെ ഒരാളാണ് എന്നെ അവിടെ കൊണ്ടുപോയി കാണിച്ചത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി മെമ്പറല്ല. CM ദേവസി വാസ് ലീഡേഴ്സ് ഫേവറേറ്റ് ബോയ്. I don't think any one of you will know him. But go to Vipin and find out. Get his etymology. He took me there. അതിനുശേഷം എൻ്റെ 3 സിനിമയിലാണ് ഞാൻ പുഷ് ചെയ്തത്. ഇതിനകത്ത് ഇത് കയറട്ടെ. അതാണ് ബഹുദൂരം മുന്നോട്ട്. ഇൻഫോ പാർക്കിന് 800 ചില്ലുവാനം കോടി, മറ്റതിന് 1200 കോടി. ഈ പറഞ്ഞ കോടികളൊന്നും വേണ്ട സാർ. ആ വൈപ്പിനിലെ പെണ്ണുങ്ങൾക്ക് കഴുകാനും കുടിക്കാനും വെള്ളമില്ല, എത്തിച്ചു കൊടുക്കാൻ ഈ പറയുന്ന കൊലപ്പിച്ച കോടികളുടെ ഒന്നും ആവശ്യമില്ല. ഹൃദയം ഉണ്ടായാൽ മതി. കാണണം, മനസ്സിലാക്കണം, ചെയ്യണം. See? It came. ഇത് തന്നെ പത്രത്തിൽ പറഞ്ഞില്ലേ? ഈ ആരാധനയും ആരാധനാക്രമങ്ങളും വലിയ വലിയ അച്ഛന്മാരുടെയും അമ്മമാരുടെയൊക്കെ സ്ഥാനാരോഹണമല്ല വലുത്. വൈപ്പിൻ എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപുണ്ട് ഇവിടെ. അവിടെ ദാഹനീരിന് വേണ്ടി തൊണ്ട പൊള്ളി നിലവിളിക്കുന്ന പൈതങ്ങളെയും ഇടുപ്പിലേന്തി മന്ത്രിപുങ്കവന്മാരുടെ സഞ്ചാരപഥങ്ങളിലും കളക്ടർ റഹ്മാൻ എന്ന തുക്കിടി സാഹിബിൻ്റെ ബംഗ്ലാവ് പഠിക്കലും ചെന്ന് ദാഹനീരിന് വേണ്ടി തൊണ്ട പൊള്ളി നിലവിളിക്കുന്ന പൈതങ്ങളുടെ കണ്ണുകളാവണം വാർത്ത. അവരെ ഇടുപ്പിലേന്തി നിൽക്കുന്ന അമ്മമാരുടെ കണ്ണുകളാവണം വാർത്ത. സോ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ളിലുണ്ടോ? Yes. If you ask me, Charity is not the politician that you see in me. It is these characters. You will have to blame the writers for having prepared the foundation for the politician and let me grow. You find fault with them, not me. പൊളിറ്റീഷ്യൻ ആവണമെന്ന് വിചാരിച്ചൊരു മൊമെന്റ് ഉണ്ടാവില്ല? ഇല്ല. You ask your prime minister if you get a private moment. Go and ask him. 2014 meeting was, he thought it was my joining the party. അതെങ്ങനെയാ അദ്ദേഹത്തിന്റെ റഡാറിൽ സുരേഷ് ഗോപി അതെനിക്കറിയത്തില്ല. എങ്ങനെ വരുന്നുണ്ട്? അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് എൻ്റെ 1-2 സിനിമകളിലെ കഥാപാത്രം കൈലാസനാഥൻ പറഞ്ഞു കൊടുത്തത് വെച്ചാണ്. എങ്ങനെയാണ് ഇയാളുടെ ജനങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള വിൻഡോ അല്ലെങ്കിൽ ഗേറ്റ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കോടീശ്വരൻ. എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ നിഷേധിച്ചു. ഞാൻ അവസാനം പറഞ്ഞു, ഞാൻ പാപം ചെയ്യില്ല, ഞാൻ ഒരാളുടെ കണ്ണീരിന് കാരണമാകത്തില്ല, തയ്യാറെടുത്ത ഒരാൾ നിൽപ്പുണ്ട്, ഒരു കാരണവശാലും ഞാൻ വരില്ല. ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് സാക്ഷി വേണമെങ്കിൽ മുത്തുണ്ട് രാജഗോപാൽ എറണാകുളത്ത്, അയാളോട് ചോദിക്കും. എന്താണ് ആദ്യം അരമണിക്കൂർ എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞതെന്ന് വളരെ പൊളൈറ്റായിട്ടാണ് ഞാൻ പറഞ്ഞു. ഐ കനോട്ട്. അതിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരാളുണ്ട്, തെസ്പിയനാണ്. അങ്ങനെ കണ്ണീരെന്നെ ദഹിപ്പിച്ച് കളഞ്ഞ, ഒരിക്കലും ഗുരുത്വദോഷം ചെയ്യില്ല. അത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് നോ, ഡോണ്ട്. അത് കഴിഞ്ഞ് എത്രയൊക്കെ ഇഷ്യൂ ഉണ്ടായി ഞാൻ അദ്ദേഹത്തെ കണ്ടതിൻ്റെ പേരിൽ എൻ്റെ സിനിമ വരെ നശിപ്പിച്ച് കളഞ്ഞില്ലേ ഇവിടെ. ആ സമയത്തെല്ലാം ചോദിച്ചു, ഇസ് ദ ടൈം റൈറ്റ്? നോട്ട് പൊളിറ്റിക്സ്. പക്ഷേ 2015 എനിക്ക് ഡിസൈഡ് ചെയ്യേണ്ടി വന്നു. ഈ വിഴിഞ്ഞത്തിന് വേണ്ടി ഞാനൊരു പ്ലോസിബിൾ മെത്തഡോളജിയാണ് പ്രസൻറ്റ് ചെയ്തത്. ഞാനവിടെ പ്രസംഗിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഹിന്ദുക്കൾ വിചാരിച്ചാലേ പോർട്ട് വരുന്നു എന്ന് ഞാൻ പറഞ്ഞത് മാതൃഭൂമി സ്ക്രോൾ ഇട്ടപ്പം ഐ കുഡ് നോട്ട് ടേക്ക് ഇറ്റ്. ഞാനൊരു കൺസോർഷ്യം ഉണ്ടാക്കുന്നത്, ഇതൊരു മുതലാളി ഇതിന് വരരുത്, ഇത് കേരളത്തിലെ ജനങ്ങളുടെ പ്രോപ്പർട്ടി ആയിരിക്കണം, അതിനൊരു സ്രോതസ് അവിടെയുണ്ട്, ആ സ്രോതസ് എടുക്കണ്ട, അടം വെച്ചുകൊണ്ട് നമുക്ക് 10,000 കോടി റേസ് ചെയ്യാൻ പറ്റിയാൽ ഇതിൻ്റെ ആദ്യത്തെ 2 ഫേസസ് വരും. ഇതാണ് പ്രസംഗിച്ചത്. പക്ഷേ അതിന് ഹിന്ദുക്കളൊരു
അവരുടെ സമചിത്തത പാലിച്ചുകൊണ്ടൊരു സമവായത്തിലെത്തിയാൽ മാത്രമേ അത് നടക്കൂ. പിന്നെ പത്മനാഭസ്വാമിയുടെ സ്വത്തെടുക്കാനായിട്ട് പിന്നെ ഹിന്ദു അല്ല വേറെ ആരാ വരണ്ട സാർ പറഞ്ഞ്? എന്തൊക്കെയോ ഉണ്ടായി, അതെന്നെ വല്ലാണ്ട് തകർത്ത് കളഞ്ഞു. അന്നേരവും ഞാൻ വഴങ്ങിയില്ല. പക്ഷെ 2015 ഓഗസ്റ്റിലാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഈ KSFDC NFDC വന്നു. എന്നെ വിളിച്ചു, അരുൺ ജെയ്റ്റ്ലിജി ഇൻ്റർവ്യൂ ചെയ്തു. റത്തോടാണ് എന്നെ കൊണ്ടുപോയത്. പക്ഷെ അത് കഴിഞ്ഞ് പ്രൈം മിനിസ്റ്റർ അത് ബ്ലോക്ക് ചെയ്തത്. അത് പിന്നെ അമിത്ഷാജിയാണ് എന്നോട് പറഞ്ഞത്, നോ ലെറ്റ് ഹിം ഫ്രീ, ഐ നീഡ് ഹിം. അതിനകത്ത് പോയി ഇരുന്നാൽ വേറൊന്നും പറ്റത്തില്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ലേ. പൂനെ അല്ലല്ലോ ഞാൻ പോയത്, ഐ എം സ്റ്റിൽ കണ്ടിന്യൂയിങ്. അല്ല, അതിനിപ്പം സംസാരിക്കണം, വേറൊരാളെ ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അത് ചോദിച്ചിട്ട് മിനിസ്റ്റർ അടുത്ത് ചോദിച്ചിട്ട് വേണം അത് തീരുമാനിക്കാൻ. I used to like Vajpayee ji a lot, Advani ji, but I was not after that. See, how did I like Indira Gandhi? How did I like PV Narasimha Rao? The Indira Congress and the PV Narasimha Rao regime or prime ministerial order was juxtaposing. Don't you think so? ചിതാഭസ്മം പോലും കൊണ്ടു ചെല്ലാൻ അനുവദിച്ചില്ലല്ലോ. വൈ? അപ്പം എൻ്റെ ഇഷ്ടം അവിടേക്ക്. So you cannot assess a politician in me then. ആ ഒരു ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ആഫ്റ്റർ നിർഭയ. ഇല്ലല്ല, വ്യക്തികൾ ഈ ഗവർണൻസ് അങ്ങനെ കൊണ്ടുപോകുന്നു. 12 വർഷം നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ 12 വർഷമല്ല, ഞാനൊരു 9ാമത്തെ വർഷം മുതൽ ഇത് അസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3-ാം പ്രാവശ്യവും ജയിക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ വന്ന് 3-ാം പ്രാവശ്യവും ജയിച്ചപ്പോൾ ദിസ് മാൻ ഈസ് ഫിറ്റ് ഫോർ ഇന്ത്യ എന്നുള്ള തോന്നൽ വന്നു. ദാറ്റ് ഹാപ്പൻഡ്. അദ്ദേഹം എന്നെ ഒരു സർജിക്കൽ സ്ട്രൈക്ക്, ഞാൻ ചെല്ലാൻ വിമുഖത കാണിച്ചപ്പോൾ 5-ാമത്തെ പ്രാവശ്യം കൈലാസ്നാഥനാണ് വിളിച്ചത്. നിങ്ങളങ്ങനെ വലിയ കൊപ്പത്തെ ആക്ടറാണെന്നുള്ള വിചാരമൊന്നും വേണ്ട, വളരെ രൂക്ഷമായിട്ട് സംസാരിച്ചു. സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോവുക, അത്രയേ ഉള്ളൂ. അങ്ങനെ പിന്നെ പക്ഷേ മോദിജി അങ്ങനെയല്ല സംസാരിക്കുന്ന ഡീൽ ചെയ്യുന്നത്. മോദിജി പിന്നെ അതിന് പറ്റിയൊരു കാമൻ ക്വയറ്റായിട്ടുള്ള ഒരാളിനെ അയച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. താങ്കൾ പറഞ്ഞിട്ടുണ്ട് മകളുടെ കല്യാണത്തിന് കൈ പിടിച്ചു കൊടുക്കുന്ന ആ മൊമെന്റിൽ ഇന്ത്യയുടെ കണ്ണിങ്ങനെ നിറഞ്ഞിരുന്നു. തിളക്കം. ഇതാണ് ഈ നമ്മൾ ഒരാൾക്കൊരു സെൽഫ് കൺസെപ്ഷനുണ്ട്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടില്ലേ, എന്നെ സൈസ് ഔട്ട് ചെയ്യേണ്ടതായിരുന്നു എതിർ പാർട്ടികളുടെ. ഞാനിതിൽ വരരുത് എന്നുള്ളതല്ല, എന്നെ സൈസ് ഔട്ട് ചെയ്യണമെന്നുള്ളതായിരുന്നു അവരുടെ ടാർഗറ്റ്. പ്രൊജക്റ്റ് വാട്ട് ഐ എം നോട്ട്. What is not at all me to be put as a fixation. Struggle for that. They were at it. And I did not contradict or say react by going against their route and saying that is not me. I did not say. I said, this is me. This is what I am. I didn't say they are wrong. I did not even mention names of my co-candidates. എൻ്റെ സഹസ്ഥാനാർത്ഥികൾ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ശത്രുക്കൾ, എതിർ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞപ്പോൾ സോറി, എനിക്ക് ആ ടെർമിനോളജി ഇല്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു എൻ്റെ ഞങ്ങളൊരു ഓട്ടോ ഓടുന്നു, എൻ്റെ കൂടെ ഓടുന്നവർ, അത്രയേ ഉള്ളൂ. See, I'm not bothered.
I still believe it is a real worth which the people understood. You can, for very personal political gains or reasons, transact it in any manner. I don't have an issue. If you ask me, my understanding of the success is people understood the worth. They did not, yeah. And possibility, no, that is a very crooked question. Or BJP, no. Listen to me, or you put my answers. Then I told you. And the wider understanding that if we have him, we will have our man there in BJP to get things done. Because BJP, they believed, is going to be at the helm of affairs. So he will be our man. This our man is important. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മനസ്സിലാക്കിയവർ. ജനങ്ങൾ, തൃശ്ശൂരിലെ ജനങ്ങൾ മനസ്സിലാക്കി. തൃശ്ശൂരിലെ നല്ല കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കി. ലോകത്തുള്ള ഇനി മലയാളികളല്ലാത്ത ആൾക്കാർ പ്രാർത്ഥിച്ചു. എത്ര ലക്ഷം പേര് പ്രാർത്ഥിച്ചു എന്നാണ് നിങ്ങൾ കണക്കെടുക്കുന്നത്? ഗോ ഫോർ എ ഹണ്ട്, ഫൈൻഡ് ഔട്ട്. കേരളത്തിൽ ഒരു MLA പോലും ഇല്ല ബിജെപിക്ക്. അപ്പോഴാണ് MP ആയിട്ട് താങ്കൾ ജയിക്കുന്നത്. അല്ല, അതൊന്നും ഇതിൻ്റെ പാരാമീറ്റേഴ്സ് അല്ലല്ലോ. പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന അവസ്ഥയാണ്. ഭരണങ്ങളിൽ വന്ന വ്യക്തികൾ മനസ്സിലാക്കി വിശ്വസിച്ച് വോട്ട് ചെയ്തു, തിക്താനുഭവം ഉണ്ടായി. ആ അവസ്ഥകൾ രൂക്ഷമാകുമ്പോഴത്തേക്കും പുതിയൊരു ഹേവൻ, അതിന് ഞാൻ കാരണമായി, അത്രയേ ഉള്ളൂ. എനിക്കതൊന്നും ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ അസസ് ചെയ്തിട്ടില്ല. അല്ല, നിങ്ങൾ ഇത് ഈ വിജയത്തിനെ അങ്ങനെ ശോഷിപ്പിച്ച് കളയരുത്, ഡൈല്യൂട്ട് ചെയ്യരുത്. പൊളിറ്റിക്കൽ വിക്ടറി തന്നെയാണ്. പൊളിറ്റിക്കൽ വിക്ടറി അല്ല ഇത് അല്ലല്ല, ഇത് ജനങ്ങളുടെ വിക്ടറിയാണ്. ദേ ഡിസൈഡഡ്. അതായത് നേരത്തെ ചോദിച്ചത് ബിജെപിക്ക് ഫസ്റ്റ് ടൈം ഒരു MP കിട്ടുകയാണ്. സോ ഇറ്റ്സ് എ BJP വിക്ടറി ഓർ? അതെന്തിനാ ഞാൻ പറയുന്നത്? അവർ അസസ് ചെയ്തിട്ടുണ്ടത്. Why do you want to pull it out of my tongue, tooth and my cells? The people know. ഇല്ല, ചോദിക്കാൻ കാര്യം, പ്രൈം മിനിസ്റ്ററുടെ പാർലമെന്റ് പാർട്ടി മീറ്റിംഗിൽ പ്രസംഗത്തിൽ സുരേഷ് ഗോപിയുടെ വിക്ടറി ഭയങ്കരമായിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞു. See, he has understood it. അദ്ദേഹത്തിന് അറിയാം. പ്ലസ് ഐ ഹാവ് ടു ടെൽ യു, 1.5 വർഷമായിട്ട് ഞാൻ അവിടുത്തെ ജില്ലാ പ്രസിഡന്റിൻ്റെ അയാളുടെ ഭാര്യയുടെ അടുത്ത് ഉറങ്ങാൻ വിട്ടിട്ടില്ല. അയാളത് മുഴുവൻ അയാളുടെ ബൂത്ത് പ്രസിഡന്റുമാരുടെ പുറത്തും കാട്ടി. ഭയങ്കര ദേഷ്യപ്പെടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ എന്ത് ബെറ്ററാണെന്ന്. അമ്മാതിരി. അപ്പോൾ they were on the run for a victory. അതൊന്നും നമുക്ക് തള്ളി പറയാനൊക്കത്തില്ല. ഈ കോൺഗ്രസ് കാൻഡിഡേറ്റ് മാറ്റിയിട്ട് മുരളീധരനെ കൊണ്ടുവന്നത് വലിയ അബദ്ധമായി അവർ തന്നെ അസസ് ചെയ്യുന്നുണ്ട്. അതാ പറഞ്ഞത്, നിങ്ങൾ ഈ വിജയത്തിന് ഡൈല്യൂട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതൊന്നും ഇതിൻ്റെ പാരാമീറ്റർ അല്ല. അതൊന്നും കാരണങ്ങളല്ല. അല്ല, ജനങ്ങൾ തീരുമാനിച്ചു. അവസ്ഥകളാണ് അവരെ ഇതിന് പ്രൊവക്കേറ്റ് ചെയ്തത്. ആ അവസ്ഥയിൽ തിരുത്തലുണ്ടാക്കിയാൽ ഇനിയും അവർക്ക് രക്ഷപ്പെടാം. രക്ഷപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ. മന്ത്രിയാവാൻ ക്ഷണിച്ച സമയത്ത് കുറെ റൂമേഴ്സ് വന്നു. അതൊക്കെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് സിനിമയിൽ, അതുകൊണ്ട് എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഇല്ല, കേട്ടത് തന്നെയാണ്. അതൊക്കെ ഉണ്ടായിരുന്നു. മന്ത്രിയായിരിക്കുമ്പോൾ ആക്ട് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ അതിനുള്ള വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഞാൻ അങ്ങനെ പുറത്ത് പറയാൻ പാടില്ലല്ലോ. പാർട്ടിയുടെ കാര്യങ്ങളുണ്ട്, എൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോഴും ചെല്ലുമ്പോൾ പറയുന്ന ഡോണ്ട് ഗോ ടു കേരള, ഗോ ടു യുവർ ഫാമിലി 1 day per week, 1 day to your constituency, 1 day to the other constituencies you have promised during your campaign. That is not my pain. You did the promise. You gave the promise. Go to other constituencies. Only 3 days. 4 days be in the ministry.
ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ടിറങ്ങുമ്പോഴും ഡോറിൻ്റെ അവിടെ പിടിച്ചു നിർത്തി പറഞ്ഞു വിട്ടതാണ് അച്ഛന്മാരുമായിട്ട് പോയത്, ബിഷപ്പുമാരുമായിട്ട്. Will be reducing your cinema workload or അല്ല, ഉടനെ അങ്ങനെ അങ്ങ് എടുത്തു ചാടി എന്നെ വിഷമിപ്പിക്കാതെ. ലെറ്റ് മീ ഡു ഫിലിംസ്. രണ്ടും കൂടെ ബാലൻസ് അതെങ്ങനെ ചെയ്ത് ബാലൻസ് പോണം അല്ലാതെ നിവൃത്തിയില്ല. സിനിമ ഈസ് ഓൾസോ വെൻറ്റിങ് യുവർ പാഷൻ ആൻഡ് വിച്ച് വിൽ ലീഡ് ടു വെൻറ്റിങ് ഓഫ് മണി ബൈ മൈ പ്രൊഡ്യൂസേഴ്സ്. അല്ലേ? ലോട്ട്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ടു ഹാപ്പൻ ഇൻ ലൈഫ്. സിനിമ വാല്യൂ ഇപ്പൊ കൂടും തോന്നുന്നുണ്ടോ? ബിക്കോസ് അതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എന്താണോ അങ്ങനെ, അത്രയേ ഉള്ളൂ. തേർഡ് ടൈം BJP ഭരണത്തിൽ വന്നെങ്കിലും മോദിയുടെ കരിസ്മ കുറഞ്ഞു എന്നൊരു നെഗറ്റീവ് ഉണ്ട്. അങ്ങനൊക്കെ പറഞ്ഞ് സമാധാനിക്കാൻ ആൾക്കാർക്ക് അത്രയേ ഉള്ളൂ. ഒന്ന് സുഖിക്കാൻ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. BJPയുടെ 230 വലുതാണ് കോൺഗ്രസിന്റെ 100 എന്നാണ് ഒരു നെഗറ്റീവ്. നമ്മൾ ഈ ആര്യഭട്ടയൊക്കെ എന്ത് ചെയ്യണമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്, അല്ലേ? So what happened in UP is not സമാധാനിക്കാനുള്ള ഒരു കാര്യം പോലെ അല്ലല്ലോ. ആണോ? വാസ് ഇറ്റ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ ഓർ സം അതർ ഡിസിഷൻ? ഹാവ് യു അനലൈസ്ഡ്? People are saying many things. മെനി തിങ്സ് ഉണ്ട് അതിനകത്ത്, അത്രയും മനസ്സിലാക്കിയാണ്. ഒരു ശക്തമായ തിരിച്ചുവരവ് എല്ലായിടത്തും പോസിബിൾ ആണെന്ന് പിന്നെ They also say I think it is only a minor cane beating. cane ചൂരൽ പ്രയോഗം. എന്തിന്? Because some people say that if he had not said he charged, so abki baar 400. Come on. That is what you call rhetoric. No, they say that if he had not put such Let them a say high- it. Let them say it. People don't look at arithmetics. Keta? They don't look at arithmetics. They evaluate. They evaluated 10 years of governance. There can be shortfalls in some segments and areas. It is inevitable. But a farsightedness and development tuning up with a farsightedness. That is the specialty of those governments. കേരളത്തിലേക്ക് വരുന്നത്, കേരളത്തിലെ BJPക്ക് അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് കംപ്ലീറ്റ്ലി അനുകൂലമായ സാഹചര്യമാണ്. ബട്ട് സ്റ്റിൽ BJPക്ക് വേണ്ടത്ര ഗെയിൻസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. You think there is any specific reason, any mental block? ഞാൻ പറഞ്ഞില്ലേ, ഈ ജനങ്ങൾ എന്നെ കണ്ടെത്തി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അങ്ങനെ ഒരു കംപ്ലീറ്റ് പൊളിറ്റീഷ്യൻ അല്ല. അതാവുമെന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് അവർ അവർ മാൻ എന്ന് പറയുന്ന ബ്രാക്കറ്റ് എനിക്ക് കിട്ടിയത്. ഞാനൊരു എന്താണ് ഒരു രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയക്കാരനാവാൻ പറ്റില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം. Then അങ്ങനെ ഒരു you have a mass appeal, ഒരു സർവസമ്മതി എന്ന് പറഞ്ഞൊരു ആസ്പെക്ട് you have it. So അങ്ങനെ വരുമ്പോൾ how much do you align with the Hindu nationalist policy of BJP? And they are popularly known to be. You can find your answer. Not ask me and get one. എന്താണ് ഈ തൃശ്ശൂരിലെ വിജയത്തെ ഇത്ര വ്യത്യസ്തമാക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കറിയത്തില്ല, അവർ ചിലപ്പോൾ ഒരു ടെസ്റ്റ് ഡോസ് ആയിരിക്കാം. കാരണം 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 ഗണ്യമായ മുന്നേറ്റമാണ്. അതൊരു ഞങ്ങൾക്ക് തന്ന ഒരു ടെസ്റ്റ് റിസൾട്ടായിരിക്കാം. ഞങ്ങൾ നടത്തിയ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഒരു ഇൻഫറൻസ് ആയിരിക്കാം തന്നത്, from which we should learn. അത് ബേസിക് സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് 2026-ലും 2025-ലും maneuver. Let us do it. Or let them do it. The party. കേരളത്തിലെ BJPയുടെ ഒരു മുഖമാണ് സുരേഷ് ഗോപി. അതൊന്നും എനിക്കറിഞ്ഞൂടാ. കാരണം അത് ചോദിക്കാൻ കാരണം നമ്മുടെ ഇന്റർവ്യൂവിൽ BJP ലീഡേഴ്സ് വരുമ്പോൾ അവർ പറഞ്ഞു തൃശ്ശൂരത്തെ വിജയം അവിടെ വന്ന് സ്ട്രോങ് പാർട്ടി വർക്കിന്റെ ഒരു റിസൾട്ട്.
അഡീഷണൽ ആയിട്ട് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം അല്ല അതൊന്നും ഞാൻ ഈ ഒരു കേൾക്കൂല. combination ആണ് work ആവുന്നത്. അതിലൊന്നും എനിക്കൊരു വിശ്വാസവും ഇല്ല, വിശ്വാസം ഇല്ലായ്മയും ഇല്ല. അതൊക്കെ അവരിങ്ങനെ പറയാനുള്ളവരെല്ലാം പറഞ്ഞോട്ടെ. ജനങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ്. വേറൊരു സംശയമാണ്, തിരുവനന്തപുരത്ത് BJPക്ക് ശക്തമായ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ്. പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ തൃശ്ശൂരിലേക്ക് പോകാനുണ്ടായ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ്? അതറിഞ്ഞൂടെ എന്തുകൊണ്ടാണെന്ന്? കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പെട്ടെന്ന് അവിടെ ഇട്ടിട്ട് പോയപ്പോഴത്തേക്കും BJPക്ക് അത് ടേക്ക് ഓവർ ചെയ്യേണ്ടി വന്നു. ഹൗ ഐ വാസ് ആസ്ഡ് ടു ഗോ ദെയർ വെൻ ഐ വാസ് റിലക്റ്റൻറ്റ്, ഹൗ ഐ വാസ് കമാൻഡഡ് ടു ഗോ ദെയർ. പിന്നെ ചെന്ന് എൻ്റെ എനർജി മുഴുവൻ ഞാൻ അവിടെ കൊടുത്തിട്ട് ഞാനത് പതിവ് വഴിക്കിട്ടിട്ട് പോകും ഇല്ലല്ലോ. അതിനോട് തുടർച്ച നേരത്തെ പറഞ്ഞാൽ BJPയുടെ ജില്ലാ പ്രസിഡന്റ് 1.5 വർഷമായിട്ട് പ്രവർത്തിക്കുന്നത് ഏത് പോയിന്റിലാണ്, കാരണം താങ്കൾ അതിന് മുന്നേ 2 തവണ അവിടെ മത്സരിക്കുകയാണ്, ഏത് പോയിന്റിലാണ് ഇത് തൃശ്ശൂർ നമുക്ക് വിജയിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വിൽ വിൻ എന്നൊരു ഫീലിംഗ് വരുന്നത്? അതായത് ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന് മുന്നേ ആണോ, ഡ്യൂറിംഗ് ദ ക്യാമ്പയിനോ, PM മോഡി വരുമ്പോഴാണോ, എപ്പോഴാണ്? 2019 തോറ്റ് കോവിഡ് കാലത്ത് എൻ്റെ ഒരു പ്രവർത്തനമുണ്ട് പാർലമെൻറ്റേറിയൻ എന്ന നിലയ്ക്ക്. അവിടെ മുതലാണ് ഞാൻ ആസ് എ പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിക്കാരൻ എന്ന നിലയ്ക്കല്ല, ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുത്തതെന്ന് എങ്ങനെയാണ് ഞാൻ ഇവോൾവ് ചെയ്യുന്നതെന്ന് അവർ കണ്ടു. ഇറ്റ് ഈസ് ജനറൽ സർവേ. പള്ളികളിൽ നിന്ന് ഉള്ള വികാരി അച്ഛന്മാരടക്കം വിശ്വാസികളടക്കം ഇപ്രാവശ്യം ദീസ് ആർ ദി ഇൻഡിക്കേറ്റേഴ്സ്. ദാറ്റ് ഈസ് വൈ ഐ സെഡ് ഇറ്റ് വാസ് ദ പീപ്പിൾസ് ഡിസിഷൻ. അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോലും വോട്ടുകൾ കിട്ടിയിട്ടുണ്ടെന്ന് ഞാനെന്താ ജാതി പറയാത്തിടത്ത് നിങ്ങളെന്തിനാ ഈ ജാതി പറയുന്നത്? മനുഷ്യർ വോട്ട് ചെയ്തു. നല്ല മനുഷ്യരിൽ ബഹുഭൂരിപക്ഷം വോട്ട് ചെയ്തു. നല്ല മനുഷ്യരിൽ കുറച്ച് ആൾക്കാർ മാറി വോട്ട് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ രാഷ്ട്രീയ അവകാശമാണ്. അത് ചോദ്യം ചെയ്യാൻ ഞാൻ പാടില്ല. Now that you are an MP and a minister, so what exactly you are planning to do for Kerala? Kerala alla, see, as an MP for Trichy, and as I had promised during my campaign processes, തമിഴ്നാടും ആന്ധ്രയും ഒക്കെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. അതിന് ഞാൻ അവിടെ ഒരു ചില ഇൻവേർഡ്സ് ഉണ്ട്, അവിടെ ഞാൻ വർക്ക് ചെയ്യും. കേരളത്തെ സംബന്ധിച്ച് ഒരുപാട് ഇപ്പം ഞാൻ എൻ്റെ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ 10-12 എണ്ണം മാത്രമാണ് ഞാൻ ഈ ഇത്രയും 1.5 മാസമായിട്ട് എൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. എത്തിയതൊരു 500 എണ്ണവും എൻ്റെ മിനിസ്ട്രിയെ സംബന്ധിക്കുന്നതല്ല. അതിലൊക്കെ പലതിനും എനിക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഈ ഇടയ്ക്ക് കടത്തപ്പെട്ട് പോയ മ്യാൻമാറിലേക്കും അതുപോലെ തന്നെ പോളണ്ടിൽ കൊല ചെയ്യപ്പെട്ട ഒരാളിൻ്റെ കൊലപാതകം, അത് കൊലപാതകമല്ല, പോസ്റ്റ്മോർട്ടം ചെയ്തില്ല, ഇവിടെ വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു, അത് കൊലപാതകമാണെന്ന് കണ്ടുപിടിച്ചു. ഇതിനൊക്കെ ഭയങ്കര ബ്രേക്ക് ത്രൂ നടപടികളെടുക്കാൻ ഒറ്റയ്ക്ക് സാധിച്ചിട്ടുണ്ട് അവിടുത്തെ അംബാസഡറുമായിട്ട് ചേർന്നിട്ട്. അപ്പോൾ അങ്ങനെ എത്രയോ വിഷയങ്ങൾ, ഇതൊന്നും എൻ്റെ മിനിസ്ട്രിയുടെ അല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട്. പിന്നെ പ്രസക്തമായ ചില ഇൻക്ലൂഷൻസും നമുക്ക് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അങ്ങനെ ഒരാളില്ലാത്തതിൻ്റെ പേരിൽ സംഭവിക്കാത്തതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കണം. കൊച്ചി മെട്രോ എന്ന് പറയുന്നതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ഇൻ്ററിം ബഡ്ജറ്റിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങളെല്ലാം കേട്ടതല്ലേ നിർമ്മല സീതാരാമൻ പറയുന്നത്? ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന മെട്രോ സിസ്റ്റംസിനെയൊക്കെ ഒന്ന് വിങ് ഔട്ട് ചെയ്യണം. പിന്നെന്താ ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാം കൂടെ അങ്ങനെ പറ, ശരി തൃശ്ശൂരേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ട് പോയേക്കാം. അതാണോ വേണ്ടത്? എൻ്റെ ശ്രമം ഉണ്ടാവണ്ടേ? അപ്പോൾ അങ്ങനെയുള്ള ശ്രമങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു ക്രോസ് ഓവർ വേണമെന്ന് വിചാരിച്ചു. മണ്ണുത്തിയിൽ നിന്ന് 3 ഹൈവേസിനെയും കണക്ട് ചെയ്യുന്ന തൃശ്ശൂർ ഒരു കാരണവശാലും വരണ്ടാത്ത ആൾക്കാർ കുന്നംകുളത്ത് പോയി ഇറങ്ങുക. വേറെ എക്സിറ്റ് എൻട്രി ഒന്നും വയ്ക്കരുത്. ഇവിടുന്ന് കയറിയാൽ കുന്നംകുളത്ത് പോയി ഇറങ്ങുക. അവിടുന്ന് വേണമെങ്കിൽ ആർക്കെങ്കിലും കയറി വേണമെങ്കിൽ പൊന്നാനി റോഡിൽ പോയി NH16 ഇറങ്ങാം. ഇങ്ങനെ ഒരെണ്ണം വേണമെന്ന് ആഗ്രഹിച്ചു. അത് പറഞ്ഞ് അന്ന് ഓക്കെ ആയിരുന്നു. ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പ് അവിടുത്തെ കച്ചവടക്കാർ പറഞ്ഞു, ഇല്ല ഞങ്ങളുടെ കച്ചവടം അത് ശോഷിപ്പിക്കും, ഇവിടെ വരേണ്ട ആൾക്കാർ. ഞാൻ പറഞ്ഞു അവിടെ വരേണ്ടവർ വന്നാൽ പോരെ. അല്ല, ഈ വരുന്നവർ പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഇറങ്ങി ഒരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ റവന്യൂ ആണ്.
അപ്പോൾ എനിക്കത് എന്താണ് ബാക്ക് ഫുട്ടാവും. ഞാൻ അത് കൺസിഡർ ചെയ്യണമല്ലോ. അതാ പറഞ്ഞ് സോഷ്യലിസത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ സാധിക്കണം. എല്ലാ വിഷയത്തിലുമല്ല നമുക്ക് നിൽക്കാനൊക്കത്തില്ല. ചില ആംഗ്ലിങ്സ് ഉണ്ടാവും, അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഘടകങ്ങളാവുന്ന ചില നിശ്ചയങ്ങളുണ്ടാവും, അതെല്ലാം ഒന്നും നമുക്ക് എതിർക്കാനൊന്നും നോക്കത്തില്ല. മറ്റത് എതിർക്കുകയല്ല, അത് പക്ഷേ അവിടെ നല്ല അഡ്വക്കേഷൻ വഴി നമുക്കത് തിരുത്തി കൊണ്ടുവരാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാധിക്കും. കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് സംസ്ഥാന ഗവൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട അവസരങ്ങൾ വന്നില്ല. ആദ്യം ടൂറിസം മിനിസ്റ്റർ വിളിച്ചിരുന്നു, കാണണമെന്ന് പറഞ്ഞു, സമയം കൊടുത്തിരുന്നു. പക്ഷേ പിന്നെ ഹി ഡിഡ് നോട്ട് ടേൺ അപ്പ്. എൻ്റെ മനസ്സിലല്ല, പ്രധാനമന്ത്രിയുടെ മനസ്സിലുള്ളത് അദ്ദേഹം സെന്തു സൂര്യകുമാറിനോട് പറഞ്ഞിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ. ഇവിടുത്തെ പോളിംഗ് കഴിഞ്ഞിട്ടാണത് പറഞ്ഞത്, അതാണ് അതിൻ്റെ പ്രത്യേകത. അതിനകത്ത് കുറച്ച് ഒത്തൻറ്റിക് ആയുർവേദിക് സ്റ്റേഷൻസിനെ കുറിച്ചും മെൻഷൻ ചെയ്തിരുന്നു. ഒരെണ്ണമാണ് പ്രത്യേകിച്ച് പറഞ്ഞത്, അദ്ദേഹം തന്നെ അതിൻ്റെ അംബാസഡർ ആവാൻ ആഗ്രഹിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു പിക്കാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്നെ ഈ വകുപ്പിൽ കൊണ്ടുവന്ന് ഇട്ടതും അതിനാണെന്ന് എനിക്ക് തോന്നി. അത് വെച്ചിട്ട് ഞാൻ ഒന്ന് സ്പിയർ ഹെഡ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. അപ്പോൾ അതിന് നമുക്ക് രാജ്യത്തിൻ്റെ തന്നെ ഒരു ടൂറിസം പ്ലേറ്റർ വേണം അല്ലേ? ആ പ്ലാറ്ററിൽ വേണം കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കാൻ. ഇത്രയും കാലം എന്താണ് ചെയ്തത്, അതിനെക്കുറിച്ചുള്ള ഒരു ടെക്നിക്കൽ നോഹോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് മേലെ ഒരു റിപ്പീറ്റ് ട്രാവലറായിട്ട് വരുന്ന ഒരു യൂറോപ്യൻ കസ്റ്റമറിന് ഞാൻ 10 വർഷം മുമ്പ് കണ്ടതല്ല ഇന്നത്തെ ഭാരത് ടൂറിസം എന്ന് പറയുന്ന അംശങ്ങൾ എന്താണ് ചേർക്കാൻ പറ്റുന്നത്. അതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ 2-3 ചർച്ച കേരളത്തിലും നടന്നു. ഇവിടുത്തെ ആയുർവേദിക് കമ്പോണൻസുമായിട്ട് മെനഞ്ഞാന്നൊരു കോൺഫറൻസ് നടന്നു. ഫ്രൂട്ട്ഫുള്ളാണ്. ഇഫ് ഇറ്റ് വർക്ക്സ്. കേന്ദ്രത്തിലെ പവർ സെന്ററിൽ ആക്സസ് ഉള്ള കേരളത്തിനുള്ള ഏക MP ആണ് താങ്കൾ. അത് ആ ഒരു റോൾ ഉണ്ട്, ഒരു കണക്റ്റിംഗ് റോൾ. ഞാൻ മാത്രമല്ല, MP കേരളത്തിൽ നിന്നുള്ള MP എന്നുള്ള രീതി. എന്നാലും ഒരു മിനിസ്റ്റർ എന്ന നിലയ്ക്ക് ശ്രീ ജോർജ് കുര്യൻ ഉണ്ട്. ആൻഡ് ഹീ ഈസ് എ പെർഫെക്റ്റ് പൊളിറ്റീഷ്യൻ, വിച്ച് ഐ എം നോട്ട്. കേരളത്തെ സ്ഥിരമായി കേന്ദ്രം അവഗണിക്കുന്നു എന്നൊരു പരാതി സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു പാലമായിട്ട്, ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് താങ്കൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. എന്തൊക്കെ കാര്യത്തിലാണ് അവഗണിച്ചത്, അതിന് പാർലമെൻറ്റിൽ എന്തൊക്കെ മറുപടിയാണ് കൊടുത്തത്, പുച്ഛമടക്കി ഇതൊക്കെ ഉന്നയിച്ചവരുടെ MP-മാർ അവിടെ എങ്ങനെ ഇരുന്നത് എല്ലാം നിങ്ങൾ കണ്ടതല്ലേ? റെറ്ററിക്സ്. ഞാൻ താങ്കളൊരു ചോദ്യം ചോദിച്ചു, ഞാൻ അതിന് മറുപടി പറഞ്ഞു. പക്ഷെ പല മന്ത്രിമാരും പറയുന്നുണ്ട് താങ്കളുടെ ഒരു കോൺഫിഡൻസ് പല മന്ത്രിമാർക്കുണ്ട്. നമുക്ക് സുരേഷ് ഗോപി അവിടെ ഉണ്ടല്ലോ എന്ന് ചില മന്ത്രിമാർ. അല്ല, അതാ പറഞ്ഞത്, അത് നല്ല കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ എൻ്റെ അടുത്ത് വന്നാലും ഓക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ, MGRൻ്റെയും நல்லவனுக்கு நான் ரொம்ப நல்லவன், கெட்டவனுக்கு ரொம்ப கெட்டவன். സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഓഡിറ്റിംഗ് അത് പലപ്പോഴും റേസ് ചെയ്യാറുള്ള ഒരു ഇഷ്യൂ ആണ്. സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഓഡിറ്റിംഗ് അത് ഓഡിറ്റ് അല്ല, റെസ്ട്രിക്ഷൻസ് ആണ്. എങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നിങ്ങൾ ഒരു പോസിറ്റീവ് കമൻ്റ് ഇടാം, നെഗറ്റീവ് കമൻ്റ് ഇടാം. നെഗറ്റീവ് കമൻറ്റിന് എവിടം വരെ പോകാം? നിങ്ങളുടെ ലിബേർട്ടിയാണ്, നിങ്ങളുടെ ഫ്രീഡം ഓഫ് സ്പീച്ചാണ്. എൻ്റെ അപ്പനും അമ്മയ്ക്കും വിളിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു എൻ്റെ ലിബേർട്ടി ഓഫ് എക്സ്പ്രഷൻ ഇസ് ഗോ ബാങ്. അപ്പോൾ ഇസ് സോഷ്യൽ മീഡിയ ഫോർ എമിറ്റി ബിൽഡിംഗ് ഓർ എനിമിറ്റി ബിൽഡിംഗ്? ഡിസൈഡ്. ഞാൻ വിശ്വസിക്കുന്ന എമിറ്റി ആണെന്ന്. എമിറ്റി എന്ന് പറയുന്നതിനകത്ത് ഇല്ല സുരേഷ്, നിങ്ങൾ ആ പറഞ്ഞത് ശരിയല്ല, അല്ലെങ്കിൽ താങ്കൾ ആ പറഞ്ഞത് ശരിയല്ല, അല്ലാതെ വേറെ വാക്കുകൾ അങ്ങനെയാണോ? ദാറ്റ് ഹാസ് ടു ബി സ്റ്റോപ്ഡ്. അതൊക്കെ വരുമ്പോൾ നോക്കി. അത് ശശി തരൂർ ചെയർമാനായിട്ടിരിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗീകരിച്ച് ഒരു NGO വന്ന് വലിയ യുദ്ധം, വാഗ്വാദം അവരുമായിട്ടുണ്ടായി, അവർ സക്കം ചെയ്തു. പൊളിറ്റിക്സ് അല്ലാത്തൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ താങ്കൾ ഏതാണ്ട് 20 വർഷത്തിന് ശേഷമാണ് അമ്മയിലേക്ക്, ഈ മലയാളം മൂവി ആർട്ടിസ്റ്റിന്റെ അസോസിയേഷനിലേക്ക് തിരിച്ചു പോകുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം പോയി.
ഓക്കെ, ഇത്തവണ ഈ മന്ത്രി ആയതിനു ശേഷമുള്ള വിശാലമായ സ്വീകരണം ഉണ്ടായിരുന്നു. ആ സമയത്ത് കുറേയേറെ വിശാലമായ സ്വീകരണമൊന്നുമില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. ഇല്ല, സ്വീകരണം എന്ന് പറയുന്നത് അവർക്ക് സന്തോഷമാണ്. കാരണം എൻ്റെ ഒരു പദവി എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പദവി പോലെയാണ് അവർ കരുതിയത്. അല്ലെങ്കിൽ ഒരു മെജോറിറ്റിയുടെയെങ്കിലും പദവിയാണ്, അവർക്കും കൂടി കിട്ടിയ നേട്ടമാണ് എന്ന് അവർക്ക് തോന്നി. അതിൻ്റെ ആഘോഷം ഉണ്ടായി, അത്രയേ ഉള്ളൂ. ഈ അസോസിയേഷനുമായിട്ട് അന്നും ഉണ്ടായിരുന്ന ഡിഫറൻസസ് ഒക്കെ അല്ല, അതെല്ലാം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അത് ഡിഫറൻസസ് അല്ല, അതൊരു അവസ്ഥയാണ്. ആ അവസ്ഥ അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ അവസ്ഥ അങ്ങനെ നിൽക്കുമ്പോഴും 98-ന് ശേഷം ഞാൻ അവരുടെ എല്ലാ ഡെലിബറേഷൻസിലും പങ്കെടുത്തിട്ടുണ്ട്. അതിനകത്തൊരു ഫാക്ഷനിസം ഉണ്ടായി. ഇപ്പോൾ ഇത് രണ്ടായിട്ട് ക്രാക്കാവും. അത് ഹെഡ് ചെയ്യുന്നത് പുറത്ത് ആദ്യം ഇറങ്ങിപ്പോയ സുരേഷ് ഗോപി ആയിരിക്കും എന്ന് പറഞ്ഞിടത്ത് ഞാൻ നേരെ പോയി മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും കൂടെ നിന്നു. അവിടെ അത് നശിപ്പിച്ചു. 2004 ചേംബറുമായിട്ടുള്ള യുദ്ധം വന്നപ്പോൾ ആരൊക്കെ പോയി അങ്ങോട്ട് പോയവരൊക്കെ മോഹൻലാലിനെ വെച്ച് പടം ചെയ്യുന്നവരെ. Get my point. ഒരു സ്റ്റേറ്റ്മെന്റ് This is not subject to criticism or subject for criticism. സംഭവിച്ചാണ്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ഇടക്കാലത്ത് സിനിമ ഇല്ലാതിരുന്ന സമയത്ത് മമ്മൂട്ടിയോ മോഹൻലാലോ എന്നോട് വിളിച്ച് സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ദിലീപ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞില്ല. അല്ല, എന്നെ അങ്ങനെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. ആകെ വിളിച്ചത് ദിലീപാണ് എന്നേ പറയാനുള്ളൂ. പിന്നെ ആ പേര് പറഞ്ഞു. താങ്കൾ എന്താ ഇല്ല എല്ലാത്തിലും ഒരു കൊണഷ്ടി കെട്ടാൻ നോക്കുന്നു. അങ്ങനെ എനിക്കൊന്ന് ആ സ്റ്റേറ്റ്മെന്റ് തന്നെ ഇല്ല, പേര് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞതാണ്. എന്നെ അങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിക്കുമായിരുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം എന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ല, അങ്ങനെ ആരും വിളിക്കാതെ. ദിലീപ് വിളിക്കുമായിരുന്നു കേട്ടോ. വിളിച്ചേട്ടാ പടം ചെയ്യണം, ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, തൈര് നിർത്തണം, ഞാൻ നല്ല അടിയാൻ വെച്ച് വരും, വീട്ടിൽ വന്നിട്ട് ചേച്ചിയുടെ കൊടുക്കും, ഞാൻ ഇപ്പോൾ പറയാം. അങ്ങനെയൊക്കെ ഒരു ഇടപെടൽ അതേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആരെങ്കിലും വിളിച്ചില്ല, അവർ വിളിച്ചു, അങ്ങനെയുള്ള എനിക്കതൊന്നും കംപ്ലൈൻ്റ് അല്ല. എൻ്റെ നിങ്ങൾ ചോദിച്ചു, അതിന് ഞാൻ മറുപടി പറഞ്ഞു, അത്രേ ഉള്ളൂ. കുറച്ച് അങ്ങനെ ഒരു സബാറ്റിക്കൽ എടുക്കാൻ കാരണം എന്താ? ഒരു 5 വർഷത്തുള്ള സിനിമ കുറേ ഉണ്ട്, കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. പുസ്തകം എഴുതുമ്പോൾ എഴുതാം. അറിയത്തില്ല. ബോളിവുഡിലൊക്കെ ഒരു there is something called a nepotism debate where they say that സ്റ്റാർസിന്റെ മക്കൾ സ്റ്റാർസ്. ഇപ്പൊ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലും അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ലേ? ലൈക്ക് മക്കൾ, നിങ്ങൾ സൂപ്പർ സ്റ്റാർസിന്റെ മക്കള് ആണിപ്പോ ലീഡിംഗ് റണ്ണിലുള്ളത്. ഞാൻ ചോദിക്കുന്ന ഈ സൂപ്പർ സ്റ്റാർസിൻ്റെ മക്കൾ അങ്ങാണ് ആരുടെയെങ്കിലും ചാൻസ് പോയി തട്ടി തെറിപ്പിച്ച് കയറി? അങ്ങനൊന്നും ഇല്ലല്ലോ. പിന്നെ എൻ്റെ മകന് വേണ്ടി ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറെ ഞാൻ വിളിച്ചിട്ടുണ്ടെന്ന് ഒന്ന് സ്ഥാപിക്കും, ഞാൻ എല്ലാം അവസാനിപ്പിച്ച് വീട്ടിൽ പോകാം. അവിടെയല്ലേ നെപ്പോട്ടിസം വർക്കാവുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ 99 എന്നുള്ള നമ്പറൊക്കെ നിങ്ങൾ എത്ര കണ്ട് വെട്ടിക്കുറയ്ക്കും? ഒരു 99നെ കുറിച്ച് പറഞ്ഞില്ലേ നേരത്തെ? അതിനകത്ത് എത്ര നമ്പർ വെട്ടിക്കുറയ്ക്കും നിങ്ങൾ? ടെൽ മീ. You owe an answer. അത് നെപ്പോട്ടിസം അല്ലേ? അത് ഹിന്ദുയിസം ഐഡിയോളജിയെ മാത്രമേ എതിർക്കത്തുള്ളൂ. അതിനെക്കുറിച്ചൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ പോയി. എനിക്കറിയത്തില്ല, ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഞാനിപ്പോൾ ആരെങ്കിലും ഇപ്പോൾ വന്ന പ്രൊഡ്യൂസറും ഡയറക്ടറും അതിൻ്റെ കോ ഡയറക്ടറും വന്ന് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, യു കം വിത്ത് ദ മണി, ഐ വിൽ ഡു ദ ഫിലിം. എനിക്ക് ആ സബ്ജക്റ്റ് ഇഷ്ടമാണ്, ഞാനത് ചെയ്യും, അത്രേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ സിനിമയാണ്. എനിക്കറിയത്തില്ല. സുരേഷ് ഗോപി ഇല്ല അതിൽ, അങ്ങനെ ഇല്ലല്ലോ. അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആക്ടറാണ്. ഞാൻ ഉപജീവനം ആക്ടിങ്ങിൽ നിന്ന് നടത്തുന്ന ഒരു ചലച്ചിത്ര അഭിനയ പ്രവർത്തകൻ, അത്രയേ ഉള്ളൂ. സ്ക്രീനിൽ കാണാൻ വളരെ ഇഷ്ടമാണെന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. ചില റോൾസ് കാണുമ്പോൾ അത് ഈ പത്രം, കളിയാട്ടം, കമ്മീഷണർ, കുട്ടപ്പായി ചില സീൻസ് കാണുമ്പോൾ, അതായത്
സ്ഥിരം എന്നെ സിനിമയിൽ കാണുന്നതല്ലാത്ത രീതിയിൽ കുട്ടപ്പായിൽ ഒരുപാട് സീക്വൻസസ് ഉണ്ട്. വാഴുന്നോർ, കുട്ടപ്പായി അല്ല, വാഴുന്നോർ, ആ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേരായിപ്പോയി. അതൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും ഭയങ്കര നമുക്കൊരിഷ്ടം തോന്നുക എന്ന് പറയത്തില്ലേ, അത് തോന്നും, അത് വരും. പാപ്പനിൽ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട് അങ്ങനെ ഭയങ്കര, പ്രത്യേകിച്ച് ശരിക്കും സീക്വൻസ് എഴുതി വച്ചിരുന്നത്, നീ നിൽക്ക്, നിൻ്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞോന്ന് ചോദിച്ചിട്ട് മോളെ വിടുന്നുണ്ടല്ലോ, വിടുന്ന സമയത്ത് അവൾ പോകുമ്പോൾ ശരിക്കും എഴുതി വെച്ചിരുന്ന സീക്വൻസിൽ, നീ നിൽക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ട കാപ്പി ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറയുന്ന. അപ്പോൾ ഇവൾ തിരിച്ച് പറയുന്ന, ഇല്ല കാപ്പി കുടിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു 6 മാസത്തേക്ക്. അപ്പോഴത്തേക്കും അപ്പൂപ്പനാവാൻ പോകുന്നു എന്നുള്ള ഒരു, പക്ഷേ അത് ഈ കഞ്ഞി എടുക്കട്ടെ എന്ന് ചോദിക്കുന്നത് ഭയങ്കര തിരിച്ചടിയായതുകൊണ്ട് ചോദിച്ചിട്ട് പറഞ്ഞത് അത് വേണ്ട, അത് മാറ്റി, കാപ്പിയൊന്നും വേണ്ട എന്നത്. ഇവൾ നടന്നു പോയിട്ട് തിരിച്ച് ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് വന്നിട്ടാണ്. പാപ്പന് സന്തോഷമാവുന്ന ഒരു വാർത്തയുണ്ട്, ഒരു വിശേഷമുണ്ട്, നോക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ സീൻ എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് കണ്ണ് നിറയും. പലപ്പോഴും സംസാരം കേൾക്കുമ്പോൾ സിനിമയുടെ പോലെ റൊമാൻറ്റിക് കഴിഞ്ഞാൽ പലപ്പോഴും അവർ എന്നെ സഹിക്കുന്നതിന് നല്ല അവാർഡ് കൊടുക്കണം. ഈ അഭിനയിച്ചിൽ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ പറയുന്നത് എന്നാണ്? പാപ്പനും വാഴുന്നൂരിലെ കുട്ടപ്പായും ഒക്കെ തന്നെ. അല്ലല്ല, അങ്ങനെ ഒറ്റപ്പിടി പടങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് അല്ല, അതുപോലും പറയുകയാണെങ്കിൽ ഞാനൊരു 50 സിനിമയുടെ എങ്കിലും പേര് പറയേണ്ടി വരും, അല്ലെങ്കിൽ അത് ഇൻജസ്റ്റിസ് ആയി പോകും. അതങ്ങനെ തന്നെയാണ്. കമ്മീഷണർ സിനിമയിലെ ഒരു കേന്ദ്രമന്ത്രിയോടാണ് താങ്കൾ ഈ മുഖം, ആ ഒരു ഡയലോഗ് വരുന്നത്. എന്നിട്ട് താങ്കളാണ് ആ റോൾ റിവേഴ്സലാണ്. ഇപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു സംഭവം വന്നാ പോലീസുകാരനോട് ഞാൻ ചോദിക്കേണ്ടി വരും. അതിപ്പോ ചോദിച്ചില്ലേ പൂരപ്പറമ്പില്, അല്ലേ? ഇല്ല, ഞാൻ അങ്ങനെ കുറ്റം പറഞ്ഞതൊന്നുമല്ല കേട്ടോ. അദ്ദേഹത്തിന് അത് പറ്റിയൊരു അബദ്ധമായിരിക്കാം, ചെറുപ്പമല്ലേ, വരും. ബട്ട് ഹി വിൽ ലേൺ ഫ്രം ദാറ്റ്. ഞാൻ അവിടെയും ചോദിച്ചത്, ഈ പൂരം ജനങ്ങളില്ലെങ്കിൽ പൂരം ഇല്ല, ആ ജനത്തിനെ എന്തിനു തല്ലിയെന്നാണ് ഞാൻ ചോദിച്ചത്. അവരക്രമാസക്തരാവില്ല. പൂരപ്പറമ്പിൽ വരുന്ന ചെറിയ ഉത്സവപ്പറമ്പിൽ വരെ ഓടിച്ചിട്ടടിയും സോഡാക്കുപ്പി എറിഞ്ഞ് പൊട്ടിക്കുകയും എല്ലാം ഉണ്ടാവും. പൂരപ്പറമ്പിലത് ഉണ്ടാകത്തില്ല. സൗഹൃദത്തിൻ്റെ പൂരമാണത്. അവന് വെടിക്കെട്ട് കാണുക, അവനെ റോഡ് വിട്ട് ഒരു ബൈ റോഡ്സിലേക്ക് കെട്ടി നിർത്തി അവൻ്റെ മുമ്പിൽ അവന് കണ്ണ് കാണാൻ പറ്റാത്ത തരത്തിൽ ബാരിക്കേഡ് വെച്ച് ഈ തുക്കടി സാഹിബന്മാർ മുഴുവൻ സ്വൈരവിഹാരം അതിനകത്തൂടെ. ഞാൻ ചെന്നാൽ എന്നെ ഞാൻ ഉദിക്കും, MP ആണെങ്കിൽ. അവൻ്റെ ഒരു മനോവേദന ആലോചിച്ചിട്ടുണ്ടോ? അവനെയാണ് അടിച്ചിറക്കി ആ ബാരിക്കേഡിന് അപ്പുറത്താക്കുന്നത്. ഞാൻ ആരാ അത് ചെയ്യാൻ എന്ന് കാക്കിയിട്ടവും വിചാരിക്കണ്ടേ? അവനോട് നിർദ്ദേശിക്കുന്നവൻ തീരുമാനിക്കണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്, സോഷ്യലിസം ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ സോഷ്യലിസമാണ്. രാഷ്ട്രീയത്തിന് എന്താണ് ചങ്ങലകിട്ട് വയ്ക്കാവുന്ന സോഷ്യലിസം അല്ല. അയ്യോ, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതല്ല. അദ്ദേഹത്തിന് അങ്ങനെയൊന്നും ഇല്ല. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി എന്നായിപ്പോയി. എനിക്ക് പക്ഷേ ആഗ്രഹമായിരുന്നു അടുത്ത വർഷം. ഞാനിപ്പം പെസോയായിട്ട് പീയൂഷ് ഗോയൽജി സംസാരിച്ച് അവരെന്നെ കാണാൻ വരുന്നുണ്ട്. ഈ സെഷന് ചെല്ലുമ്പോൾ അവരൊരു ദിവസത്തെ പാർലമെൻറ്റ് കഴിഞ്ഞുള്ള 3 മണിക്കൂർ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ജനങ്ങളിൽ ഇപ്പോൾ റിംഗ് റോഡിന് വെളിയിലുള്ള ബൈ റോഡിൻ്റെ മൗത്തിലാണ് ബാരിക്കേഡ് വെച്ചിട്ട് അവരെ നിർത്തുന്നത്. ഭയങ്കര അനീതിയാണ്. അവരെ ഒന്ന് ഈ റിംഗ് റോഡിൻ്റെ സെൻറ്ററിൽ കോൺ വെച്ചിട്ട്, അല്ലെങ്കിൽ നെഞ്ച് പൊക്കത്തിന് ബാരിക്കേഡ് വെച്ചിട്ട് അവരെ ആ റിംഗ് റോഡിൻ്റെ ഔട്ടർ ഹാഫിൽ ചുറ്റും നിർത്തി അവരെ ഇത് കാണിക്കാൻ പറ്റുന്ന ഒരു മെക്കാനിസം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
ടെക്നിക്കലി അത് പോസിബിൾ ആവണമെങ്കിൽ ഈ ഫയർ വർക്സിൻ്റെ പ്ലേ ഏരിയയിൽ ഫയർ പ്ലേ ആണത്. അപ്പോൾ ആ പ്ലേ ഏരിയയിൽ അതിനുള്ള ഫയറിൻ്റെ കൺവീനിയൻസ് നമ്മൾ കൊടുക്കണം. അതിൻ്റെ ഡേഞ്ചർ സിറ്റുവേഷൻ മാർക്സ് നമ്മൾ സ്ട്രോങ് ആക്കി വെക്കണം, സേഫ്റ്റി ഇഷ്യൂസ്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്ത് ചുറ്റും ഒരു റെഡ് പൈപ്പ് പോകുന്നുണ്ട്, വാട്ടർ ഡിസ്പെൻസർ. ഇതിനെയും കൂടി ആയുധമാക്കി വെച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു റോഡിൻ്റെ പകുതി, ആ റിംഗ് റോഡിൻ്റെ പകുതി വെക്കേറ്റ് ചെയ്ച്ച് അവിടെ ഒരു കളക്ടർ നിൽക്കാൻ പാടില്ല, ഒരു പോലീസുകാരന് നിൽക്കാൻ പാടില്ല, കോൺ വെച്ച് ജനങ്ങളെ അതിനപ്പുറത്ത് നിർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം. പോലീസൊക്കെ നിൽക്കാം, പക്ഷേ അതിനൊരു മര്യാദ വേണം. ഞങ്ങൾ നടത്തുന്ന വെടിക്കെട്ട് എന്ന് പറയുന്ന ധ്വനി ഭരണത്തിന് വരരുത്. ജനങ്ങളുടെ പണം കൊണ്ട് തന്നെ നടത്തുന്നതാണ്. ഇതുകൊണ്ട് ഒരുപാട് എക്കോണമി ഉണ്ട് അവിടെ. 10-40 ദിവസം പലരും കച്ചവടം പൊട്ടിപൂരമാണ് അല്ലേ? ഇതൊന്നും വേണ്ടെന്ന് വെച്ചാൽ കുടമാറ്റമില്ല ഈ വർഷം എന്ന് ദേവസ്വങ്ങൾ തീരുമാനിച്ചാൽ 2 ദിവസം തീരുമാനിച്ചാൽ മതി. എന്ത് ചെയ്യും? എന്തിൻ്റെ പേരിൽ നിങ്ങൾ കച്ചവടം നടത്തും? എന്തിൻ്റെ പേരിൽ നിങ്ങൾ പ്രിന്റ് മീഡിയയിൽ എന്ത് പ്രിന്റ് ചെയ്യും? അതാ പറഞ്ഞത്. അപ്പോൾ അത് അതെ, അതിന് അമെൻമെൻറ്റ് വന്നില്ല. അത് നിങ്ങളുടെ സർക്കാരിനോട് പറ. അവിടെ അമെൻമെൻറ്റ് വന്നു. അവിടെ സോൻപൂർ മേള നടക്കാൻ പോകുന്നു, അസമിൽ നടക്കാൻ പോകുന്നു. അവിടുന്ന് ആൾക്കാർ ആനയെ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ബോർഡറിൽ നിൽക്കും. NOC കൊടുക്കേണ്ടി വരും. അതേ റവന്യൂ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കാം. ഡു ഇറ്റ്. പക്ഷേ ഒരു കാര്യം അതിൻ്റെ കൂടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു ആനയുടെ പുറത്തൊരു പിന്നിൻ്റെ മുറിവ് പോലും ഉണ്ടാവാൻ പാടില്ല. അത് സൃഷ്ടിക്കുന്നവന് തൂക്കിലേറ്റുന്നതിനുള്ള നിയമം സൃഷ്ടി ഉണ്ടാവണം. ഒരു കോസ്മിക് ലോ എന്ന് പറയുന്ന ഒന്നുണ്ട്. ശബരിമലയ്ക്ക് 2017 ശേഷം എന്തെങ്കിലും സംഭവിച്ചോ? നടക്കുന്നില്ലേ? പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഭക്തർ വരുന്നില്ലേ? ഉണ്ട്. അതെന്തുകൊണ്ടാണ്? ഇല്ലല്ലോ, നമ്മുടെ സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ലേ, നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. എന്നാൽ അങ്ങേ പോലെ ഒരു പത്രക്കാരനത് ചോദിക്കാനേ പാടില്ല. നിങ്ങൾ നോക്കൂ, എൻ്റെ പെർമിയബിലിറ്റി എത്രയാണ്, എന്താണ്, എവിടെയൊക്കെയാണ്. പെർമിയബിലിറ്റി ഈസ് ദർ. യു ഹാവ് ടു റെസ്പെക്ട് കോഓപ്പറേറ്റീവ് ഫെഡറലിസം. In movies, you are known to be, you have played most of the characters like superhuman, who makes impossible things possible. And for BJP also, you have done the same thing now. So I don't think so. It was never impossible. It was possible. Time was the factor. The duration which was required was taken for making it happen. There is no superhuman touch to this. Not at all. Please don't misdemeanor it. I think even in films, I don't think I have done much of those superhuman roles. No. I have stood the ground. I have stood to the ground. Even my characters have been very local, addressing local issues. I think that has slowly crept into my character and the timber of my mental behavior pattern, whether it is accepting substances which relate to the life of the people and co-reacting. They are already on that reacting scale. I just join them. It's co-reaction. I never sway away from the intent of the people. I never turn it political. Like as in Karuvannur, it was the people's foray. I joined that foray. That's all. How can you call that superhuman? No. സാധാരണക്കാർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പക്ഷെ പറ്റാത്ത കാര്യങ്ങൾ അത് നടത്തി തരുന്ന നായകൻ, അങ്ങനത്തെ നായകനായിരുന്നു. അല്ല, സാധാരണക്കാരാഗ്രഹിച്ചത് നടത്തിക്കൊടുത്ത നായകൻ, അത്രയേ ഉള്ളൂ. പറ്റാത്തത് എന്നല്ല. പറ്റാത്തത് ഇപ്പോഴും പറ്റുമോ അവർക്ക്? സാധാരണക്കാരൻ അങ്ങനെ ഒരു നിലയിലെത്തുമ്പോഴല്ലേ സാധ്യമാവുന്നത്.
അതല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ എനിക്ക് എല്ലാ പാർട്ടികളിലും നല്ല വ്യക്തികളുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അത് ലീഡർ ശ്രീ കരുണാകരനായാലും സഖാവ് ഇ കെ നായനാരായാലും സഖാവ് അച്യുതാനന്ദൻ. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 30 വയസ്സുള്ള ചെറുപ്പക്കാരനായിരുന്നു അച്യുതമേനോൻ സഖാവ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും എനിക്ക് അടുപ്പം ഉണ്ടായെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ അവരെ കൊണ്ട് എന്താണോ ജനങ്ങൾക്ക് സാധ്യമാകേണ്ടത് അത് സാധിച്ചെടുക്കാൻ വേണ്ടി ഞാൻ നടന്നിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിനും ആരെയും ഇന്ന് വരെ അപ്രോച്ച് ചെയ്തിട്ടില്ല. നോട്ട് ഈവൻ മൈ പ്രൈം മിനിസ്റ്റർ. College days you were more attracted towards SFI, അല്ലേ? നോട്ട് അട്രാക്റ്റഡ്. സി, ഞാനിതിപ്പോൾ പറയുമ്പോഴത്തേക്കും ഉടനെ അതൊരു വിമർശനം പോലെയാണ്. അല്ല, സി 47 സ്റ്റുഡൻസാണ് ഞങ്ങൾ അതിലുണ്ടായിരുന്നത്, ഡിഗ്രിയിലുണ്ടായിരുന്നു. പ്രീ ഡിഗ്രിയിൽ ഏതാണ്ട് 120 പേരോ 127 പേരോ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേ ഈ ഒരു അഫിനിറ്റി ഉണ്ട്. കാരണം മുഴുവൻ സ്കൂളുകളിൽ നിന്ന് വന്ന്, സാധാരണ സ്റ്റേറ്റ് സ്കൂളുകളിൽ നിന്ന് വന്ന് അവരാണ് കൂടുതൽ. ഞങ്ങളാകെ 12 പേരാണ് ICSE സ്കൂളിൽ നിന്ന്, ഇൻഫൻറ്റ് ജീസസിൽ നിന്ന് വന്ന്, ട്രിനിറ്റി ലൈസിയത്തിൽ നിന്ന് 3-4 പേര്. അതുപോലെ ബാംഗ്ലൂരിലും മറ്റുമൊക്കെ പഠിച്ച ഇതുപോലെ ICSEക്കാർ വന്നത് ഡിഗ്രിക്കാണ്. പ്രീ ഡിഗ്രിക്ക് വന്നത് ഒരു 3-4 പേര്. അങ്ങനെ എല്ലാം കൂടെ ഒരു 16-17 പേരിൻ്റെ കൂടെയാണ് ഈ പറയുന്ന ബാക്കി 110 പേരല്ലെങ്കിൽ 100 പേര് നിൽക്കുന്നത്. അവർക്കെല്ലാം ഈ പറയുന്ന പൊളിറ്റിക്കൽ ഒരു ടിൻറ്റ് എന്ന് പറയുന്നത് ഇസ് വാട്ട് ദേ അക്വയർഡ് ത്രൂ ദെയർ ഫൈനൽ ഇയേഴ്സ് ഇൻ സ്കൂൾ, വിച്ച് വാസ് for very obvious reasons it was the left parties who had an upper hand. ആ കാലവും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവർ വന്ന് അവരങ്ങോട്ട് എന്തെങ്കിലും ഒരു സമരം വിളിക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നിന്നു. അപ്പോൾ ഫാസിനേഷനാണോ എന്ന് ചോദിച്ചാൽ, ആ പ്രായത്തിലൊക്കെ പ്രേമം എന്ന് പറയുന്നത് യു വിൽ നോട്ട് കോൾ ഇറ്റ് റൊമാൻസ് ഓർ പ്രേമം, ഇറ്റ് ഈസ് ഇൻഫാച്യുവേഷൻ, അല്ലേ, ഓഫ് ദി ഇമ്മച്വർ മൈൻഡ്സ്, അല്ലെങ്കിൽ നോട്ട് സോ മെച്യൂർ ഇനഫ് മൈൻഡ്സ്. അത്രയേ ഉള്ളൂ. പൊളിറ്റിക്സും അത്രയേ ഉള്ളൂ. സംഘം ചേരൽ. എൻ്റെ സുഹൃത്ത് SFI ആണ്, ഞാനും SFI ആണ്. ഇത് ഐഡിയോളജിയോടുകൂടി എനിക്ക് സോഷ്യലിസം മാത്രമാണ് തോന്നിയിട്ടുള്ളത്. ഒരു പൊളിറ്റിക്കൽ ഡെലിവറർ ഷുഡ് ബി എ സോഷ്യലിസ്റ്റ്. അയാൾ ഏത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായാലും he has to understand the soil and the every object or properties that the soil will present, be it maram, manushan, mrugam or anything. എല്ലാം മായാണ്. മണ്ണ്, മരം, മനുഷ്യൻ, മൃഗം, അല്ലേ? അപ്പോൾ ഈ ഒരു സബ്സ്റ്റൻസിന് നമുക്കെങ്ങനെ കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കും? അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഒരു ഡെലിവറർ ആവാൻ പറ്റൂ. ഇഫ് യു കോൾ ദാറ്റ് ഡെലിവറർ എ പൊളിറ്റീഷ്യൻ or a politician chosen to join the governance or the steering group, then he has to be a socialist. അന്ന് 80-ലാണ്. ആ സമയമായപ്പോഴൊക്കെയാണ് ഞാൻ തെറ്റുന്നത്. അത് ശ്രീകുമാർ എന്ന് പറയുന്ന സഖാവ് ശ്രീകുമാറിൻ്റെ മരണത്തോടെയാണ്, കൊലപാതകമായിരുന്നു. പക്ഷെ അന്ന് താങ്കളുടെ കൂടെ പഠിച്ചു വരും, പിന്നെ താങ്കളുടെ അവിടെ കോളേജിൽ അധ്യാപകരായിരുന്ന ഒരു ജോർജ് ഡി ക്രൂസ് ഓർമ്മയുണ്ടാവും. അതെ, അദ്ദേഹം താങ്കൾ ഇന്ന് മുമ്പൊരിക്കൽ പറഞ്ഞപ്പോൾ അദ്ദേഹം FB ഇപ്പൊ ഈ ജൂൺ 10-ാം തീയതി അദ്ദേഹം എഴുതിയിരിക്കുന്നു, താങ്കളൊരു കാലത്തും SFI ഉണ്ടായിരുന്നില്ല, ഒരു വിദ്യാഭ്യാസമായിരുന്നു. അത് അല്ല, അതിനൊന്നും മറുപടി പറയാനല്ല ഞാൻ വിട്ടിരിക്കുന്നത്. യു ആസ്ക് അബൌട്ട് മീ. അവരൊക്കെ അങ്ങനെ പലതും പറയും. ഇപ്പോഴും വേറെ ഒരാൾ കണ്ണൂരിൽ നിന്ന് എന്തോ പറഞ്ഞിട്ടില്ലേ? ഡു യു തിങ്ക് ഐ എം ഓബ്ലിഗേറ്റഡ് ടു ആൻസർ സച്ച് ക്രാപ്പ്? നോ, വെരി സോറി. ഒരു പഴയ കഥ വായിച്ചിട്ടുണ്ട്, താങ്കളും മമ്മൂട്ടിയുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അത് ശരിയാണോ ഇല്ലെന്ന് അറിയാനായിട്ട്. അയ്യോ, യു ആർ ഡിഗ്ഗിങ് ദ ഗ്രേവ്, മാൻ. നോ, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റിംഗ് ഫോർ മീ. അതൊക്കെ എല്ലാവർക്കും ഉണ്ട്.
അത് മോഹൻലാലിനും ഉണ്ടാവും, മമ്മൂട്ടിക്കും ഉണ്ടാവും, മുരളിച്ചേട്ടനും ഉണ്ടാവും. മുരളിച്ചേട്ടൻ ഇന്ന് ജീവനോടില്ലാത്തതുകൊണ്ട് അതൊന്നും പറയാനും കേൾക്കാനും അത് കാരണം ബാധിക്കപ്പെടുന്നവരെല്ലാം രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. തിലകൻ ചേട്ടൻ പറഞ്ഞിട്ടില്ലേ, അതുപോലെയുള്ളൂ. ദാറ്റ് ഈസ് ഡൺ ഇൻഫർമേഷൻ. അതായത് ഈ പപ്പയുടെ ആ സിനിമയാണ് തോന്നുന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ച് കാറിലാണ് വന്നത്. കാറുണ്ട്. ഇദ്ദേഹം ഭയങ്കര സ്പീഡിലാണ് ഓടിക്കുന്നത്. താങ്കൾ അതിനകത്തിരുന്ന് സ്പീഡ് കുറയ്ക്കാനായിട്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്? അല്ലല്ല, അത് വണ്ടിയിലിരുന്ന് ഉണ്ടായതാണ്. എന്തായിരുന്നു അത്? അദ്ദേഹത്തിന് കാർ ക്രേസ് ആണ് അല്ലേ? അദ്ദേഹത്തിന് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കുഴപ്പമല്ലായിരുന്നു, റോഡ് അത്രയ്ക്ക് മോശമായിരുന്നു. അതുകൊണ്ട് അതിന്റെ അടിവശം അടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഓ എൻ്റെ ഹൃദയം ഉറഞ്ഞ പോലെ. ഞാൻ പറഞ്ഞു, കാറിന് ആത്മാവുണ്ട്. ആണോ? കാറിന് ഒരു ബുക്കുണ്ട്, തിലകൻ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ലവ് യുവർ കാർ, ഒരു പുസ്തകമുണ്ട്, അതൊന്ന് വായിക്കണം. വണ്ടി ചവിട്ടി നിർത്തി, നീ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ലവ് മൈ ഓട്ടോ, ലവ് മൈ ബസ് പറയുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അതിൽ കയറി അങ്ങ് റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ മതി. മദ്രാസ് മെയിൽ അങ്ങ് പോകും. അപ്പോൾ പുള്ളിയുടെ ടാർഗറ്റ് അതായിരുന്നു, മദ്രാസ് മെയിലിന് എത്തുക എന്നുള്ളതായിരുന്നു. പിന്നെ അതൊക്കെ എത്തിക്കും. ഒരു കാലത്ത് കരുണാകരന്റെ ഭയങ്കര അടുത്ത ആളായിരുന്നു താങ്കൾ. പിന്നീട് കാണുന്നത് VS-ന്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വ്യക്തികളാണ് എനിക്ക് പ്രധാനം. വ്യക്തികളാണ് പ്രധാനം. ഇതേപോലെ അടുപ്പം പിണറായി വിജയനുമായിട്ട് ഒരു കാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. അല്ലല്ല, അടുപ്പമല്ല, റെസ്പെക്റ്റ് ആയിരുന്നു. ഇപ്പോഴും അതേ രീതിയിൽ ആ ഇക്വേഷൻ ഉണ്ടോ? കണ്ടെത്തിയോ മുകളിൽ നോക്കിയിട്ട്? കോൺഗ്രസ് നേതാക്കളിലെ കെ കരുണാകരൻ കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയുമായിട്ട് അത്തരം ഒരു റിലേഷൻ ഉണ്ടായിരുന്നു? വേറെ ആരുമായിട്ട് അങ്ങനെ ഡീപ്പ് റിലേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ആ ബന്ധത്തിന്റെ വാൽകൃഷ്ണ അത്രേ ഉള്ളൂ. കരുണാകരനിൽ എന്താണ് അട്രാക്ട് ചെയ്തത്? ഒരു പവർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അത് ഡിസ്പെൽ ചെയ്തിട്ടുള്ളതാണ്. ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ ഡു ഇറ്റ്. പിന്നെയും എന്നെ മേളിലോട്ട് നോക്കിക്കണമല്ലേ, സമ്മതിച്ചില്ലല്ലോ പുള്ളിയെ, അദ്ദേഹത്തെ സമ്മതിച്ചില്ല.